ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഗ്യാസൊക്കെ തീർന്നെന്ന് വെച്ചിട്ട് ഏതായാലും ഗ്യാസ് വണ്ടി വരുന്നവരെ കൊപ്പിക്കണ്ടേ, അതിനുള്ള വിറകായിട്ടാ തലങ്ങും പലങ്ങും കുത്തി നുറുക്കി എടുത്തു വെക്കലാണ് പരിപാടി. നമുക്ക് കത്തിയും വിറകൊന്നും പുതിയതില്ലാത്തതുകൊണ്ട് വേഗം തന്നെ പണിയൊക്കെ തീരുവേട്ടാ. പിന്നെ ഏകദേശം ഇപ്പൊ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. 100 പേര് ചായയൊക്കെ വെക്കണം, അതിന്റെ തിരക്കൊക്കെയാണ്. വിറകൊക്കെ അങ്ങനെ കുത്തിയെടുത്ത് വെച്ച് രാവിലെ അലക്കിയ തുണിയായിട്ടാ 2 ബക്കറ്റ്. 5 മിനിറ്റ് കൂടുമ്പോൾ മഴ വന്നിട്ട് തന്നെ ഈ തുണി ഒന്നും പുറത്തിടാൻ വയ്യാത്ത അവസ്ഥയാണ്. പിന്നെ മൊത്തം വിറക് എടുത്തുന്നതാ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നുണ്ടായി. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അല്ലേ ആ ചോട്ടിൽ വെച്ചാൽ ബാക്കിയുള്ള വിറകും കൂടി നല്ലോണം ഉണങ്ങിക്കോ കേട്ടാ. ഒന്ന് വേഗം കത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ വൃത്തിയാക്കി അടുക്കളയിലെ ചാരൊക്കെ വാരി. ഇതൊക്കെ നമ്മൾ ചെടിക്കൊക്കെ വളമായിട്ടൊക്കെ ഇടാനുണ്ട്. ഗ്യാസ് ഇല്ലെങ്കിൽ എന്താ മോളെ, ഇതേ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് കെറ്റിൽ അവിടെ നോക്കി എന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ചൂടുവെള്ളം വെച്ച് ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഒരു പാത്രത്തിലിട്ടാട്ടാ വേഗം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഒരുത്തിരി ഇങ്ങോട്ട് ഒരുത്തിരി ഇതാ നമ്മുടെ ചായ റെഡിയായി. ചായ വെക്കുന്ന ഗ്യാപ്പിൽ തന്നെ നൂറോ മോള് വന്നേട്ടാ. വേറെന്ന നൂറക്കുള്ള ചായ തനിക്കലാണ്. ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഫുള്ള് എൻ്റെ ഉമ്മക്കാട്ടാ. പിന്നെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വേഗം തനിക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ. അതേപോലെ കോപ്പി പേസ്റ്റ് ആക്കി എൻ്റെ മോക്ക് ഞാൻ അങ്ങനെ എൻ്റെ തനിക്കല്. ഇത് മാത്രമല്ല കുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ വേഗം തന്നെ പോലെ. പിന്നെ വേഗം ചായയൊക്കെ കുടിച്ച്. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന കണ്ടിട്ട് റിസോം വരാണ്ടിക്കോ ഇതാക്കുന്നുണ്ടാ. കുഞ്ഞു പിള്ളേർക്ക് ചായ കൊടുത്തുവിടാന്നല്ല എല്ലാം പറയല്. പക്ഷെ ഇതൊരു തട്ടിക്കൂട്ടാ ചായ കേട്ടാ. ചായ എടുത്തിരുതാ ഇവിടെ ഞാൻ ചൂടുവെള്ളം നേരത്തെ കൊണ്ടുവന്ന് വെച്ചു. കാണാൻ നല്ല സമയത്ത് ക്ലാസ്സിനെ തോന്നിച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഓനെ പറ്റിച്ചേട്ടാ. ടച്ചായിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കല്. പിന്നെ പണ്ടേ ഇതിൽ നമ്മൾ എക്സ്പെർട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇപ്പം മണ്ണെണ്ണയും കിട്ടാത്തതുകൊണ്ട് എളുപ്പം പണി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെതാ നമ്മൾ കടുപ്പൊക്കെ ചോറ് വെറൈറ്റി കത്തി നമ്മൾ ചൂടുവെള്ളവും വെച്ച് ബാക്കിയുള്ളതൊക്കെ വെയ്യ്. എന്നാൽ അടുത്ത വ്ളോഗിൽ കാണാം.